ഹലോ നമസ്കാരം. നമ്മുടെ ഷീമാട്ടിൽ നടക്കണേ അത്യുഗ്രനായിട്ടുള്ള ഒരു ഓഫറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടു. 90% ഓഫർ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കച്ചവട രീതികളൊക്കെ അറിയാവുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ഇതാണ് ആ വീഡിയോ ഇട്ടിട്ടത്. ദാണ്ടാ വരുന്നു ഇരിങ്ങാലക്കൂടുള്ള ഒരു ചേച്ചിയുടെ ഫോട്ടോ ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. വന്ന് എൻ്റെ തെറിയോട് തെറി. മൂപ്പരെ കണ്ടുപിടുത്തം എനിക്ക് മീൻകാരൻ്റെ ലുക്കാണ്. മീൻകാർക്കൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് ലുക്ക് ഉണ്ടോ എന്ന് ചേച്ചി എനിക്കറിയില്ല കേട്ടോ. ചേച്ചിക്ക് എവിടെയാണ് വിഷമമായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീമാട്ടിനെ കുറിച്ച് പറഞ്ഞതാണോ അതോ നമ്മുടെ ബീനക്കാടനെ കുറിച്ച് പറഞ്ഞതാണോ ചേച്ചിക്ക് പൊള്ളിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അങ്ങ് ഇരിങ്ങാലക്കുട ഭാഗത്ത് എവിടെയോ ചേച്ചിക്ക് ഒരു കടത്തത്ര. അപ്പം എനിക്ക് മനസ്സിലായി അത് ടെക്സ്റ്റൈൽ ഷോപ്പ് ആവാനാ സാധ്യത. ചേച്ചി ആദ്യം എഴുതിയത് ദാ ഈ കാണുന്ന സാധനം കേട്ടോ, ഇത് കണ്ടോയ്ക്ക്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണെന്നാണ് കേരളത്തിൽ എല്ലാവരും ബിസിനസ് നടത്തുന്നത്. ചേച്ചിയും അത്ര ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. നാട്ടുകാരെ പറ്റിക്കണമെന്നായിരിക്കും പരിപാടി. പക്ഷേ ചേച്ചി അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ട് അല്ലാണ്ട് ലേറ്റ് ചെയ്തങ്ങ് പോയപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടാ ഏത് ചേച്ചിനെ പുറത്ത് വണ്ടിമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ മീൻകാരനും കോഴിക്കാരനൊക്കെ ആക്കും. എല്ലാ ചേച്ചിയെ ഇവിടെ മീൻകാർക്ക് ഇപ്പം എന്താ കുഴപ്പം? മീൻകാർ അന്തസ്സോടുകൂടി മീൻ പണിയെടുത്ത് ജീവിക്കുന്ന കോടീശ്വരന്മാരുണ്ട് മീൻകാരിൽ അറിയുള്ളൂ. ചേച്ചിക്ക് അതറിയില്ലല്ലേ. ചേച്ചി ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ തുടങ്ങിയിട്ട് വേറൊരു സീമാട്ടി തുടങ്ങാനാണെങ്കിൽ ചേച്ചി ഈ സ്വഭാവം വെച്ച് സീമാട്ടി പോയിട്ട് ഒരു പെട്ടിക്കട സെറ്റ് പോയില്ല കേട്ടോ. ഇനി വിവരമുള്ളവരുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ വെറുതെ പറഞ്ഞില്ല. ഇത് വൻ തട്ടിപ്പാന്ന് ഈ സാധനം. അതിനെ ചേച്ചിമാരുണ്ട് നമ്മുടെ കൂട്ടത്തില്. അങ്ങനെ ഒരു ചേച്ചി വന്നിട്ടുണ്ടോ കണ്ട കമന്റോ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വിവരമുള്ളവരുണ്ടെന്ന്. നമ്മുടെ ചേച്ചി, ഈ പറഞ്ഞ ചേച്ചിയുടെ പേര് ഞാൻ കാണിക്കില്ല കേട്ടോ. വെറുതെ എന്തിനാ ചേച്ചിക്ക് ഇട്ടിട്ട് നിങ്ങൾ പൊങ്കാല കൊടുക്കണേ, അതുകൊണ്ട് കാണിക്കാത്ത. നമ്മളെ ചേച്ചി അവിടെ ചെന്നപ്പോൾ ചേച്ചി കാര്യം മനസ്സിലായത് കംപ്ലീറ്റ് തട്ടിപ്പാണ്. ഏത് 100% 916 തട്ടിപ്പാന്ന് ചേച്ചിക്ക് മനസ്സിലായി. ചേച്ചി സ്കൂട്ടായി. ചേച്ചി പറയുന്നേക്കല് ചേച്ചി സ്കൂട്ടാകുമ്പോഴും കുറേ ചേച്ചിമാർ എടുത്തോണ്ട് വിട്ടാണ് 10, 15, 20 സിമ്പിളാണ് കേട്ടോ. സാധനം ഇവിടുന്ന് മേടിച്ചെടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സീമാട്ടിന്നാന്ന് പറയണം. എറണാകുളം സീമാട്ടിന്നു നമ്മുടെ ബീനാക്കണ്ണൻ നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഓഫർ അങ്ങോട്ട് തന്നു. നമ്മൾ ഓടിപ്പോയി സാധനങ്ങൾ മേടിച്ചു എന്ന് പറയണമെന്ന്. ബ്രാൻഡാണ് വിഷയം, മറ്റുള്ളവർക്ക് പറയാനാണ്. ഏത് അല്ലാണ്ട് ക്വാളിറ്റിയിൽ ഡ്രസ്സ് ഇടാനോ വിവരമുള്ളവർക്ക് സാധനം മേടിക്കാനോ അല്ല. അല്ല, ഇങ്ങനത്തെ വീഡിയോസ് ഇടുമ്പോൾ ചില ചേച്ചിമാർക്കൊക്കെ എന്തോ ഒരു വിഷമം കിട്ടും നമ്മളെടുത്ത്. നമ്മളെ മീൻകാരൊക്കെ അന്തസ്സിലിട്ടാ. മീൻകാരൻ തന്നെ വിളിച്ചോളൂ, നമുക്ക് വിഷമില്ലാന്ന്. ഏത് നമുക്ക് കൂക്കിടാനൊക്കെ അറിയാം. ഈ കൂക്ക് പോലെ മീൻ കച്ചവടം ചെയ്യാൻ